ലക്ഷ്മി. അപ്പൊ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബോഡി മെഷർമെന്റ് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് പേരൊക്കെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ മെഷർമെന്റാ വേണ്ടത്. അതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും കറക്റ്റ് ആ ഒരു ഓർഡർ അനുസരിച്ച് നമ്മൾ എന്തായാലും മെഷർമെന്റ് എടുക്കണം. ഇങ്ങനെ മെഷർമെന്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ഡിസൈനർ ബുക്കാണ് നമുക്ക് ആവശ്യം. നമുക്ക് ഡിസൈൻ ചെയ്യുന്ന, അതായത് നമ്മളൊരു ഡ്രസ്സിന്റെ മെഷർമെന്റ് എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് മെഷർമെന്റ്സ് ഒക്കെ നോട്ട് ചെയ്യാൻ വേണ്ടി ഒരു മെഷർമെന്റ് എഴുതാൻ വേണ്ടി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ബുക്ക് വേണം. ഇനി തുടക്കക്കാരായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്കിപ്പോൾ ഒരു ബുക്ക് പ്രിന്റ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും നടക്കില്ല. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇതിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടോ ഇതൊക്കെ ഒരു ബുക്കിലോട്ട് നോട്ട് ചെയ്യാം. അതായത് ഡയറിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ലോങ് നോട്ട് ബുക്ക് ആണെന്നുണ്ടെങ്കിൽ അതാണെങ്കിലും മതി. ഇതുപോലെ ബ്രാൻഡിന്റെ നെയിം വെച്ചിട്ടും ഡിസൈനിങ്ങിന്റെ പിക്ചർ വെച്ചിട്ടും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്ന ഈ ഓർഡറുകൾ നിങ്ങളൊന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ഒരു ബുക്കിൽ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മെഷർമെന്റ് എടുക്കുമ്പോൾ എഴുതാൻ വേണ്ടി എപ്പോഴും എളുപ്പമായിരിക്കും. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കസ്റ്റമർ വരുന്ന സമയത്ത് ആ ടൈമിൽ നമുക്ക് എഴുതിയിട്ട് ഓരോന്നോരോന്ന് എഴുതാൻ നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ എപ്പോഴും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ വരുന്നുണ്ടെന്ന് അറിഞ്ഞാലോ അല്ലെങ്കിൽ അതിന് മുമ്പോ തന്നെ ഒരു 2 or 3 പേജിൽ നമ്മൾ ഓൾറെഡി നേരത്തെ ഇന്ന മെഷർമെന്റ് എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി നേരത്തെ നമ്മൾ എഴുതി വെക്കണം. ചെസ്റ്റ്, ബെസ്റ്റ്, അങ്ങനെ നമ്മൾ ഓർഡർ അനുസരിച്ച് എഴുതി വെക്കുക എന്നുണ്ടെങ്കിൽ കസ്റ്റമർ വരുന്ന സമയത്ത് എന്ത് ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മെഷർമെന്റ് അങ്ങോട്ട് എഴുതി വിട്ടാൽ മതി. പിന്നെ ഇപ്പോൾ ഒരു ബൊട്ടീക്ക് തുടങ്ങാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു യൂണിറ്റ് തുടങ്ങാനോ അങ്ങനെയുള്ളവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഇതേപോലെ ഒരു ബുക്ക് ചെയ്യുന്നത്. നമ്മുടെ ബ്രാൻഡിന്റെ ലോഗോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഈ ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡീറ്റെയിൽസുമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഞാൻ പറയുന്നത്. അപ്പൊ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർ ഈ മെഷർമെന്റ് ഓർഡർ ചെയ്യാൻ വേണ്ടി ഫുള്ള് വീഡിയോ കാണണം. അതുപോലെ തന്നെ ഒരു ബൊട്ടീക്ക് തുടങ്ങാനോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് തുടങ്ങാനോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഷർമെന്റ് എടുക്കുന്നത് ഓർഡർ കീപ്പ് ചെയ്യാനും കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലിട്ട് കിടക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഈ ഒരു മെഷർമെന്റ് എഴുതാൻ വേണ്ടി ഒരു ഡിസൈനർ ബുക്കാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇതുപോലത്തെ ഒരു 3 ബുക്ക് ഞാനിപ്പോൾ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3-4 ബുക്കങ്ങാണ്ട് പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ബുക്കുകളും തീരുന്നതിനനുസരിച്ച് ഞാൻ ബൾക്കായിട്ട് തന്നെ ബാക്കി പ്രിന്റ് ഒക്കെ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ബൊട്ടീക്കോ സ്റ്റിച്ചിങ് യൂണിറ്റോ അങ്ങനെയൊക്കെ തുടങ്ങുന്ന ആൾക്കാർക്ക് ബുക്കിൽ നോട്ട് ചെയ്യാണ്ട് ഇങ്ങനെ ഒരു റെക്കോർഡ് കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. സ്റ്റിച്ചിങ് ആണെങ്കിലും ഓർഡർ കൊടുക്കേണ്ടതാണെന്നുണ്ടെങ്കിലും എല്ലാം നല്ല എളുപ്പമായിരിക്കും. മെഷർമെന്റ് എടുക്കാനാണെങ്കിലും എളുപ്പമായിരിക്കും. ഇനി തുടക്കക്കാരായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഇതിനകത്തുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ ഒരു നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് അതെല്ലാം അതിനകത്ത് ആഡ് ചെയ്താൽ, അതായത് മെഷർമെന്റ് എടുക്കേണ്ട ഡീറ്റെയിൽസ് ഇപ്പോൾ ചെസ്റ്റ്, ബെസ്റ്റ് അങ്ങനെ മെഷർമെന്റ് ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം അവിടെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഓർഡർ അനുസരിച്ച് കറക്റ്റ് ആയിട്ട് പോവാം. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിപ്പോൾ ഈ ബുക്കിന് ഞാനൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. 1 എന്ന് പറഞ്ഞാണ് നമ്പർ കൊടുത്തേക്കുന്നത്. ഇത് ആദ്യത്തെ ബുക്കാണ്. അപ്പൊ ഈ ബുക്ക് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് സൈഡിൽ ഞാൻ എൻ്റെ പിക്ചർ കൊടുത്തേക്കാം. അത് നോക്കി നിങ്ങൾ റെഫറൻസ് നോക്കിയാൽ മതി. ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് തന്നെ മുകളിൽ എൻ്റെ ലോഗോയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ നമ്മുടെ പ്ലേസ് വടക്കഞ്ചേരി, പാലക്കാട് വടക്കഞ്ചേരിയാണ് വരുന്നത്. അപ്പോൾ വടക്കഞ്ചേരി നമ്മുടെ സ്ഥലം കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, മെയിൽ ID കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഫുള്ള് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് തന്നെ മുകളിൽ കസ്റ്റമറുടെ നെയിം, അതായത് ഫസ്റ്റത്തെ കസ്റ്റമറുടെ നെയിം എന്താണോ അതാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത്, അവരുടെ ഫോൺ നമ്പർ. പിന്നെ നമുക്ക് സെൻട്രലായിട്ട് ഒരു ഓർഡർ നിർബന്ധമായിട്ടും വേണം. ഇപ്പൊ നിങ്ങൾ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഒരു ബുക്കിനകത്ത് സാധാരണ നോർമൽ സ്റ്റിച്ചിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ ഈ ഒരു റെക്കോർഡ് കീപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഭാവിയിലേക്ക് നല്ലപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നും വരില്ല. ഒരുപാട് ഓർഡറുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് നമ്മൾ ഒരു ഓർഡർ നമ്പർ നിർബന്ധമായിട്ട് കൊടുക്കുക. ഓർഡർ നമ്പർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ജസ്റ്റ് നമ്മൾ ഒന്നാമത്തെ നമുക്ക് ഒരാൾ കൊടുക്കുന്നത് ഒരു ജസ്റ്റ് ഷേപ്പ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും കൊടും തന്നു എന്ന് വിചാരിച്ചോ, അവർക്കൊരു ഓർഡർ നമ്പർ നമ്മൾ ആദ്യത്തെ ഒരു കസ്റ്റമറിന്റെ ഒരു 001 എന്ന് പറഞ്ഞ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 1. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ഓർഡർ നമ്പർ കൊടുക്കുക. ആ ഒരു ഓർഡർ അനുസരിച്ച് തന്നെയാണ് നമ്മൾ പിന്നെ പോകുന്നത്. 001 ആണെങ്കിൽ പിന്നെ അടുത്തത് 2, 3, 4 അങ്ങനെ ഒരു ഓർഡർ നമ്പർ. അത് വലിയ കാര്യമൊന്നുമില്ല, പക്ഷെ നമ്മൾ ആ ഒരു നമ്പർ കറക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യണം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരു കസ്റ്റമർ നമുക്ക് പല ഐറ്റംസ് കൊണ്ടു തന്നിട്ടുണ്ടാവും. അത് എന്തൊക്കെ ഐറ്റംസ് ആണ്? ഇപ്പൊ ബ്ലൗസ് 2 തന്നു, അതേപോലെ തന്നെ ഒരു ടോപ്പ് തന്നു, പിന്നെ ഒരു സ്കേർട്ട് ചെയ്യാനുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി ഒരു കസ്റ്റമറിന് എത്ര ഐറ്റംസ് ഉണ്ടെന്നുള്ളത് നമ്മൾ അതിന്റെ നമ്പേഴ്സ് ആയിട്ട് ഓർഡർ ആയിട്ടും അത് എന്താണ് ഐറ്റം, അത് എത്ര എണ്ണം ഉണ്ട്, ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊടുക്കുക. പിന്നെ ഒരു എമൗണ്ട്, അതായത് നമ്മൾ ചില കസ്റ്റമേഴ്സ് നമുക്ക് മെറ്റീരിയൽ ഒക്കെ പർച്ചേസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും നമ്മുടെ അടുത്ത്. അപ്പൊ അങ്ങനെയാണ് നമ്മളെ കസ്റ്റമറുടെ അടുത്ത് അഡ്വാൻസ് മേടിച്ചിട്ടുണ്ടാവും. ആ അഡ്വാൻസ് എമൗണ്ട് എത്രയാണോ അതും നമ്മൾ
എത്രയാണെന്നുള്ള അവർ പേയ്മെന്റ് ചെയ്തേക്കുന്നത് നമ്മൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ടോട്ടൽ എമൗണ്ട് ഇപ്പൊ പറയാൻ പറ്റുകയാണ്. അതായത് സ്റ്റിച്ചിങ് ഒക്കെ മാത്രമാണുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് എമൗണ്ട് പറയാം. ഇല്ല ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ എമൗണ്ട് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പിന്നീടായിരിക്കും നമ്മൾ എമൗണ്ട് പറയുന്നത്. അപ്പൊ എമൗണ്ടിന്റെ കാര്യം നമ്മൾ അവിടെ സംസാരിക്കണമെന്നോ ഇല്ല, നമുക്ക് സംസാരിച്ച് വെച്ചാൽ മതി. നമ്മുടെ ബില്ലോ ബുക്കിലോ ഒന്നും നമ്മൾ നോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ പേയ്മെന്റ് എങ്ങനെയാണ് അവർ ചെയ്തത്, ഇപ്പൊ അഡ്വാൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്യാഷ് ആയിട്ടാണോ, അതേപോലെ ഗൂഗിൾ പേയോ ബാക്കി എന്തെങ്കിലുമാണ് ബാങ്ക് ട്രാൻസ്ഫർ എന്തെങ്കിലുമാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. കാരണം നമുക്ക് ഒരുപാട് ഓർഡർ തുടക്കത്തിൽ നമ്മൾ വിചാരിക്കും ഇതൊന്നും നോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന്. പക്ഷേ നമ്മൾ ഇപ്പോഴേ ഒരു റെക്കോർഡ് കീപ്പ് ചെയ്താലാണ് നമുക്ക് നല്ലപോലെ വർക്കുകളും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും പിന്നീട് അത് നമുക്ക് എന്താ പറയാ ഒരുപാട് ഓർഡറുകളൊക്കെ വരുമ്പോഴത്തേക്കും ഫുള്ള് കൺഫ്യൂഷനായി ഇതേതാ ഇതാരുടെയാ അതെന്താ ഇങ്ങനത്തെ കൺഫ്യൂഷൻ. ആ ഒരു പേയ്മെന്റ് തന്നിരുന്നു, അവർ അഡ്വാൻസ് തന്നായിരുന്നല്ലോ, അത് ക്യാഷ് ആയിട്ടാണ് തന്നെ, അത് GPayയിലാണോ, ഇങ്ങനെയൊക്കെ ഫുൾ കൺഫ്യൂഷൻസ് വരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പോഴേ കീപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ബോഡി മെഷർമെന്റ്സ് എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോഡി മെഷർമെന്റ്സ് എങ്ങനെയാണ് എടുക്കേണ്ടത്, അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് ഞാൻ കറക്റ്റ് ഓർഡർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. വീഡിയോ ഫുള്ള് കണ്ട് നോട്ട് ചെയ്ത് വെക്കണമായിരിക്കും. പക്ഷേ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് ബുക്ക് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇത് നോക്കി നിങ്ങൾ എഴുതിയാൽ മതി. ബോഡി മെഷർമെന്റ് ഫസ്റ്റ് നമ്മൾ ഫുൾ ലെങ്ത് എടുക്കുക. അതിപ്പോൾ ബ്ലൗസ് ആണെങ്കിലും കുർത്തയാണെന്നുണ്ടെങ്കിലും ഏതാണെന്നുണ്ടെങ്കിലും ഫുൾ ലെങ്ത് എടുക്കുക. പിന്നെ ഷോൾഡർ, അതായത് ആദ്യം നമ്മൾ ലെങ്ത് എടുക്കുന്നു, പിന്നെ ഷോൾഡറിന്റെ മെഷർമെന്റ് എടുക്കുന്നു. അവിടുന്ന് അതായത് ഷോൾഡർ എടുത്തു, പിന്നെ അവിടുന്ന് ആം ഹോൾ എടുക്കുന്നു, പിന്നെ മസിൽ റൗണ്ട് എടുക്കുന്നു. സ്ലീവിന്റെ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചാൽ സ്ലീവിന്റെ ലെങ്ത്തും അതിന്റെ റൗണ്ടും എടുക്കുന്നു. പിന്നെ ഇത്രയും എടുത്തതിന് ശേഷമാണ് നമ്മൾ ചെസ്റ്റ് റൗണ്ട് എടുക്കാൻ പോകുന്നത്. അപ്പൊ ചെസ്റ്റിന്റെ റൗണ്ട് എടുക്കുന്നു, ബസ്റ്റിന്റെ റൗണ്ട് എടുക്കുന്നു, വേസ്റ്റിന്റെ റൗണ്ട് എടുക്കുന്നു, അണ്ടർ ബസ്റ്റിന്റെ മെഷർമെന്റ് എടുക്കുന്നു, വേസ്റ്റിന്റെ മെഷർമെന്റ് എടുക്കുന്നു, സ്റ്റൊമക്കിന്റെ എടുക്കുന്നു, ഇതിന്റെ എല്ലാം ലെങ്ത്തുകൾ എടുക്കുന്നു, സ്ലിറ്റിന്റെ എടുക്കുന്നു, ഹിപ്പിന്റെ റൗണ്ട് എടുക്കുന്നു. ഇതൊക്കെ ഒരു ഓർഡർ ആയിട്ട് കറക്റ്റ് ഞാൻ എല്ലാ സൈഡിൽ കൊടുത്തേക്കാം. അതിനനുസരിച്ച് നിങ്ങൾ നോട്ട് ചെയ്തെടുത്താൽ മതി. എടുക്കുക. ഇതിന് ശേഷം നമ്മൾ കസ്റ്റമർ ഇത്രയും മെഷർമെന്റ് നമുക്ക് ഏത് ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട സാധനമാണ്. അപ്പൊ ഇത്രയും മെഷർമെന്റ്സ് ഒക്കെ എടുത്തു വെച്ചതിന് ശേഷം നമ്മൾ കസ്റ്റമർ അടുത്ത് സംസാരിക്കുക, എങ്ങനത്തെ നെക്കാണ് വേണ്ടത്. നമ്മൾ ഓൾറെഡി സംസാരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് എടുക്കാം. ഇല്ല കസ്റ്റമേഴ്സ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്ക് ചോദിക്കുക, എന്ത് നെക്കാണ് വേണ്ടത്, എത്ര ലെങ്ത് ഉള്ളത് വേണം, അതൊക്കെ ചോദിച്ച് ഫ്രണ്ട് നെക്കിന്റെയും ബാക്ക് നെക്കിന്റെയും ലെങ്ത് എടുക്കാം. ഇനി അതിനുശേഷം എല്ലാ മെഷർമെന്റിലും, അതായത് പലരുടെയും പല മെഷർമെന്റ്സ്, കുർത്തിയാണെങ്കിലും ബ്ലൗസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമാണ് ഷോൾഡർ ടു ബസ്റ്റ് പോയിന്റും BP ടു BP, ബസ്റ്റ് പോയിന്റ് തൊട്ട് ബസ്റ്റ് പോയിന്റ് വരെയുള്ള അളവ്. അത് ബോഡി മെഷർമെന്റ്സ് എടുക്കുന്നതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ പറയാണ്, ഈ മെഷർമെന്റ്സ് കുർത്തിക്കാണെങ്കിലും ഏതിനാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എഴുതി വെച്ചു. ഈ ബേസിക് ആയിട്ടുള്ള മെഷർമെന്റ്സ് ഒക്കെ ഒരു കസ്റ്റമറുടെ കുർത്തിയാണെങ്കിലും ബ്ലൗസ് ആണെങ്കിലും അത് മാത്രം എടുക്കാണ്ട് ഇതെടുത്ത് വെച്ചു. കാരണം പിന്നീട് അവർ എന്തെങ്കിലും സാഹചര്യം വെച്ചാൽ ഒരു ബ്ലൗസിന് തന്നിട്ട് പിന്നെ ഒരു കുർത്തിയും കൂടെ ചെയ്യണമെന്ന് പറയാന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് മെഷർമെന്റ്സ് ബേസിക് മാത്രമേ എല്ലാം ഫുൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് പിന്നെയും മെഷർമെന്റ് എടുക്കാൻ വരണം എന്നില്ല, വീണ്ടും എടുക്കാൻ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ മെഷർമെന്റ്സ് വെച്ച് ചെയ്യാം. നല്ല ഗ്യാപ്പ് ഉണ്ടെങ്കിൽ, അതായത് ഒരു 5-6 മാസത്തിനൊക്കെ ശേഷമാണ് എന്നൊക്കെ തോന്നുന്നെങ്കിൽ അവരുടെ ബോഡി മെഷർമെന്റ്സ് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് എടുക്കണം. പക്ഷെ തൊട്ട് പുറകെ തന്നെ ഒരെണ്ണം തന്നു എന്നാൽ പിന്നെ ഒരു കുർത്തിയും കൂടെ എടുത്ത് ചെയ്യാവോ എന്ന് ചോദിക്കുക. അങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ഈ മെഷർമെന്റ്സ് ഉപകാരപ്പെടും. ഇനി നമുക്ക് ബോട്ടത്തിന്റെ മെഷർമെന്റ് എടുക്കണം. ബോട്ടം അതിപ്പോൾ സ്കേർട്ട് ആണെങ്കിലും പാന്റ് ആണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് ഫുൾ ലെങ്ത് വേണം. അതേപോലെ തന്നെ വേസ്റ്റ് റൗണ്ട് വേണം. പിന്നെ ഹിപ്പിന്റെ മെഷർമെന്റ് നമ്മൾ ഓൾറെഡി മുകളിൽ എടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ സ്ലിറ്റിന്റെ പോർഷനിലെ മാത്രം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബൾജായി നിൽക്കുന്ന പോർഷൻ ഏതാണ് ആ ഹിപ്പിന്റെ മെഷർമെന്റ് എടുക്കുക. പിന്നെ തൈസിന്റെ, നീയുടെ, ആംഗിളിന്റെ, അങ്ങനെ തൊടയുടെ, മുട്ടിന്റെ, അതേപോലെ തന്നെ താഴത്തെ കാൽപാദത്തിന്റെ ഒക്കെ റൗണ്ട് എടുത്ത് അതാണ് ബോട്ടം മെഷർമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ബോട്ടം മെഷർമെന്റ്സ് എല്ലാം എടുക്കുക. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ അഡീഷണൽ ആയിട്ട് ഇവർ എന്തെങ്കിലും അത് നമ്മൾ ഓൾറെഡി എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, ഇല്ലെന്നുണ്ടെങ്കിൽ അവർ തരുന്ന സമയത്ത് ഒരു കോളം ഇട്ടിട്ട് അവിടെ നോട്ട് ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല. എന്തെങ്കിലും ലേസ് വെക്കണോ, അതെങ്കിൽ എന്തെങ്കിലും ബീഡ്സ് ആഡ് ചെയ്യാനോ, സിപ്പർ, അതേപോലെ തന്നെ ബട്ടൺസ് വെക്കാൻ, എന്തെങ്കിലും പോക്കറ്റോ അങ്ങനെ ലൈനിങ് എടുക്കാനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഇതിനകത്ത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോഴാണ് നമ്മൾ ഇത് എടുക്കുന്ന സമയത്ത് ഇവരിത് പറഞ്ഞായിരുന്നല്ലോ, ആ ബീഡ്സ് വെക്കാൻ പറഞ്ഞല്ലോ, അയ്യോ നെക്കിൽ നെയിൽസ് വെക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിൽ നോക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് എടുക്കാം. പിന്നെ നമ്മൾ ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ ആയിട്ട് ജസ്റ്റ് ഒരു കോളം കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ അഡീഷണൽ ആയിട്ട് അവരെന്തെങ്കിലും പറയണം, ഒരു സ്ട്രാപ്പ് വെക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന കാര്യം ശ്രദ്ധിക്കണം, എനിക്കിതിന് ഇങ്ങനെയാണ് വേണ്ടത്, അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് നമ്മളവിടെ നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു കോളം കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം. പിന്നെ ഇത് ടോപ്പിന്റെയും അതേപോലെ തന്നെ പാന്റിന്റെ ഒക്കെ വരുന്നതിന്റെ സെപ്പറേറ്റ് ആയിട്ട് ഫാബ്രിക്കിന്റെ സ്വാഷസ്, അതായത്
ഒരു സാമ്പിൾ, ഫാബ്രിക് ഏത് ഫാബ്രിക് ആണ് ഈ കസ്റ്റമർ തന്നെന്നുള്ളത് നമുക്ക് പിന്നീട് എടുക്കുമ്പോൾ ചിലപ്പോൾ ഇത് ഏത് ഫാബ്രിക്, കസ്റ്റമറുടെ ഫാബ്രിക് ഏതായിരുന്നു, നമുക്ക് ഒരുപാട് ഓർഡറുകൾ വരിക എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഓർമ്മ നിൽക്കില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് പലരുമാണ് ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡിസൈൻ ബുക്കിനകത്ത് നമ്മൾ ഈ ഫാബ്രിക്കിന്റെ സാമ്പിൾ ഒരു ചെറിയ സ്വാഷസ് കട്ട് ചെയ്തിട്ട് നമ്മളിവിടെ പിൻ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഒട്ടിച്ചു വെക്കാം. അങ്ങനെ ഒട്ടിച്ചു വെക്കാന്നുണ്ടെങ്കിൽ ഇവർ ഇന്നത് തന്നിട്ടുണ്ട്, ഇത് ലൈനിങ് ആണ്, ഇതാണ് പാന്റിന് തന്നിരിക്കുന്നത്, നമുക്ക് വേറെ കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനിയിപ്പോ നിങ്ങൾ ബുക്കിലാണ് നോട്ട് ചെയ്ത് വെക്കുന്നതെന്ന് വിചാരിച്ചോ, അങ്ങനെ ബുക്കിൽ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ സാമ്പിൾ പീസ് നമ്മൾ ഒരു ചെറിയ സൈഡിൽ കോർണറിൽ എവിടെയെങ്കിലും ചുമ്മാ ജസ്റ്റ് പിൻ ചെയ്ത് വെച്ചാൽ മതി, സാമ്പിൾ എന്ന് പറഞ്ഞിട്ട്. അല്ലാതെ ഇതേപോലെ കോളം വരച്ച് ടൈം ഒന്നും കളയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സൈഡിൽ അത് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം നിങ്ങൾക്ക് കൂടുതൽ ഓർഡറുകൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കാനൊക്കെ നല്ല എളുപ്പമായിരിക്കും. അത് തുടക്കത്തിൽ ശീലിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വർക്കുകളൊക്കെ വരുമ്പോഴത്തേക്ക് അത് ഉപകാരപ്പെടും. പിന്നെ നമുക്ക് കസ്റ്റമറിന് ഒരു പീസ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ താഴത്തെ പോർഷനിനകത്ത് ഇവിടെ ഡോട്ട്സ് ഇട്ടിട്ട് ഇത് കീറിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തേക്കുന്നത്. അതെന്ന് വെച്ചാൽ കസ്റ്റമറുടെ ഓർഡർ നമ്പർ ഏതാണ് എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കസ്റ്റമർ ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല, നമ്മൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടു നിങ്ങളുടെ ഓർഡർ നമ്പർ ഇപ്പൊ 100 അല്ലെങ്കിൽ 105 പറഞ്ഞു വിട്ടെന്ന് വിചാരിച്ചു. പക്ഷെ കസ്റ്റമറിന് അത് കറക്റ്റ് ഓർമ്മ നിൽക്കണമെന്നില്ല. ചിലപ്പോൾ ഈ ഒരു പേജിൽ എഴുതിയേക്കുന്ന അടുത്ത അവരുടെ വേറൊരു ഓർഡർ നമ്മൾ വേറൊരു പേജിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അപ്പൊ ആ ഓർഡറും ഈ ഓർഡറും എല്ലാം കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കസ്റ്റമറിന് കൊടുക്കാൻ വേണ്ടി ഇതേപോലെ ഒരു പീസ് ചെയ്യുക. അവിടെ സൈഡിൽ നമ്മുടെ ഡീറ്റെയിൽസ് വരുന്ന ലോഗോയും കാര്യങ്ങളും, ബാക്കി നമ്മുടെ സ്ഥലം വടക്കഞ്ചേരിയാണ്, അങ്ങനെ സ്ഥലം എല്ലാം നമ്മൾ നോട്ട് ചെയ്യുക. ഈ ഓർഡർ നമ്പർ അതായത് മുകളിൽ ഓർഡർ നമ്പർ ഏതാണോ അതേ ഓർഡർ നമ്പർ ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഈ ഓർഡർ നമ്പർ അതേപോലെ തന്നെ ഓർഡർ ചെയ്ത ഡേറ്റ് എന്നാണ് കൊടുക്കേണ്ടത്. അപ്പൊ കസ്റ്റമറുടെ പേര്, ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ, അതായത് ഏകദേശം എക്സ്പെക്ടഡ് ഡെലിവറി ഡേറ്റ്, അതായത് കസ്റ്റമർക്ക് നമ്മൾ ഇതിനകത്ത് നമ്മൾ ഓർഡർ ഡേറ്റ് അതായത് ഡെലിവറി ഡേറ്റ് നമ്മൾ നോട്ട് ചെയ്യുന്നത് കസ്റ്റമർ 14-ാം തീയതി ആണ് എനിക്ക് വേണമെന്ന് പറഞ്ഞെന്ന് വിചാരിച്ചു. കസ്റ്റമറിന് 14-ാം തീയതി വേണം. നമ്മൾ നമ്മുടെ ബുക്കിനകത്ത് നോട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 2 ദിവസം കുറച്ചിടാം. അതായത് ഒരു 12-ാം തീയതി ഒക്കെ തീർക്കുന്ന പോലെ 12-ാം തീയതി കൊടുക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ നോട്ട് ചെയ്തിടാം. എന്നാൽ കസ്റ്റമറിനകത്ത് എഴുതി വിടുന്ന സമയത്ത് അവിടെ 12 നമ്മൾ കൊടുക്കരുത്. കാരണം 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12-ാം തീയതി ആകുമെന്ന് അവർ വിചാരിച്ചിട്ട് അവർ വേഗം 12-ാം തീയതി വരും. പക്ഷെ നമ്മൾ ഇതിനകത്ത് അവർ പറഞ്ഞ ഡേറ്റ് ഏതാണോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഡേറ്റ് ഏതാണോ ആ ഡേറ്റ് ഇവിടെ നോട്ട് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തീരത്തും ഇല്ല, കസ്റ്റമറിന് കൊടുക്കാൻ പറ്റാതെയും വരും. അതുകൊണ്ട് അത് മാത്രം ശ്രദ്ധിക്കുക. അതിനുശേഷം ഈ പീസ് നമ്മൾ കീറി കസ്റ്റമറിന് കൊടുത്തു വിടുകയാണെങ്കിൽ കസ്റ്റമറിന് വരുന്ന സമയത്ത് അവരുടെ ഓർഡറും കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനും ഒക്കെ നല്ല എളുപ്പമായിരിക്കും. ഈ ഓർഡർ നമ്പർ നമുക്ക് ഓർമ്മയുണ്ടാവും. ഇനി ഇതേ സാധനം ഇതേപോലത്തെ നെഗറ്റീവ് ഷീറ്റ് ആയിട്ട് ഇതേപോലെ വേറൊരു കളറിൽ ചെറിയൊരു ഷീറ്റ്, അതായത് കാർബൺ ഷീറ്റ് വെച്ചിട്ട് നമുക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷീറ്റ്, അത് ഈ ബുക്ക് പ്രിന്റ് ചെയ്യുന്നിടത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്തു തരും. ഇതേപോലെ ഒരു ഷീറ്റ് നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ കസ്റ്റമറിന് കൊടുത്തതിന്റെ ഡീറ്റെയിൽസും നമ്മൾ എഴുതിയ ഡീറ്റെയിൽസും എല്ലാം ഇവിടെ ഉണ്ടാവും. ഈ ഒരു പേജ്, ഈ ഒരു താഴത്തെ പോർഷൻ കീറി കസ്റ്റമറിന് കൊടുക്കുക. ഈ ഒരു പീസ് കീറി നമുക്ക് ഡിസൈൻ ചെയ്യുന്ന സ്റ്റിച്ചിങ്ങിന്റെ യൂണിറ്റിലോട്ടോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്കോ നമ്മുടെ വർക്കേഴ്സിന് കൊടുക്കുന്ന പോലെ, ഡിസൈനർമാരെ ഹാൻഡിൽ ചെയ്യുന്ന പോലെ അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷീറ്റ് ഇങ്ങനെ വെച്ചേക്കുന്നത്. അപ്പൊ ഇത് നമ്മളാണെങ്കിലും സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പീസ് കീറി എടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന അവിടെ നോക്കാൻ വേണ്ടി, ഇപ്പൊ സിബ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്തെല്ലാം വെക്കുന്ന സമയത്തൊക്കെ നമുക്ക് മെഷർമെന്റ് ഒക്കെ നോക്കാൻ വേണ്ടി ഇത് അങ്ങോട്ട് വെക്കാം. അതായത് യൂണിറ്റിലോട്ടോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന മെഷീന്റെ ഏരിയയിലോട്ട് ഇത് മാറ്റാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ബുക്കുകൾക്കൊക്കെ നമ്മൾ ഓരോ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് 100 പേജ് ഉണ്ട്. ഒരു ഓർഡറിന് 001 സ്റ്റാർട്ട് ചെയ്ത് 100 വരെയാണ് ഈ ഇതിനകത്ത് ഓർഡർ നമ്പറുകൾ വരിക. ഈ ബുക്കിന് നമ്മൾ 1 എന്ന് നമ്പർ കൊടുത്തു. നമ്മൾ ഇനി അടുത്ത ബുക്ക് പ്രിന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി കുറച്ച് പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അടുത്ത ബുക്ക് എന്ന് പറയുന്നത് ബുക്ക് നമ്പർ 2 ആണ്. അതേപോലെ തന്നെ അതിനകത്ത് ഓർഡർ നമ്പർ എന്ന് പറയുന്നത് ഈ 100 കഴിഞ്ഞ് 101, 102, 103 എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ 101 തൊട്ട് 200 വരെയുള്ളതായിരിക്കും ആ ബുക്കിലെ നമ്പർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ബുക്ക് നമ്മൾ നോക്കേണ്ടത് 3 എന്ന് പറഞ്ഞ ബുക്കാണ്. അതിനകത്ത് നമ്മൾ അതായത് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ഒരിക്കലും വരരുത്. അപ്പൊ 200 കഴിഞ്ഞാൽ 201, 202 തൊട്ട് 300 വരെയാണ് അടുത്ത ബുക്ക്. നമ്മൾ അടുത്തടുത്ത് ഏത് കാലത്ത് പ്രിന്റ് ചെയ്താലും ചിലപ്പോൾ ഒരു 10ാമത്തതും 20ാമത്തതും വരെ നമുക്ക് ബുക്ക് ചിലപ്പോൾ പ്രിന്റ് ചെയ്യേണ്ടി വരും. ആ ടൈമിലൊക്കെ അതിന്റെ നമ്പർ ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതായിരിക്കും. ഒരിക്കലും വീണ്ടും ഒരു ഓർഡർ നമ്പർ രണ്ടാമത് വീണ്ടും വരാൻ പാടില്ല. അതായത് ഈ ബുക്കിലെ ഈ 00 നമ്പർ അല്ലെങ്കിൽ ഒരു 50, 55 എന്ന് പറയുന്ന നമ്പർ പിന്നീട് വേറൊരു കസ്റ്റമറിന് ഉണ്ടാവാൻ പാടില്ല. അത് പിന്നീട് ഏതെങ്കിലും കാലത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന ഓർഡർ നമ്പറിന്റെ കാര്യം ഇന്നതായിരുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമുക്കത് കൺഫ്യൂഷൻ വരും. നമ്മൾ ഒരുപാട് ഓർഡറുകൾ ചെയ്യുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പം ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽസോ ഈ ഒരു പേജിന്റെ ആവശ്യമൊന്നുമില്ല. ഇതിനകത്ത് ഈ പറഞ്ഞിട്ടുള്ള ഈ കസ്റ്റമറുടെ നെയിം,
ഫോൺ നമ്പർ, ഓർഡർ നമ്പർ, അതേപോലെ തന്നെ ഡെലിവറി കൊടുക്കേണ്ട ടൈം കാര്യങ്ങൾ, അതായത് ഓർഡർ ഡേറ്റ്, ഡെലിവറി ഡേറ്റ്, പിന്നെ എന്തൊക്കെ ഐറ്റംസ് ആണ്, പിന്നെ ഈ മെഷർമെന്റ് കറക്റ്റ് ആയിട്ട് ഇതൊക്കെ എന്തായാലും വേണം ബുക്കിൽ നോട്ട് ചെയ്യുക. കസ്റ്റമർ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക, പേജിൽ എഴുതി വെക്കുക. ഒരു 2, 3, 4 പേജ് നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് നേരത്തെ തന്നെ എഴുതി വെക്കുക. എപ്പോഴും നമുക്ക് കസ്റ്റമർ വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിലും ചുരിദാറും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇപ്പോഴേ കണ്ടിന്യൂസ് ആയിട്ട് പോകാന്നുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ നല്ലൊരു സ്റ്റിച്ചിങ് യൂണിറ്റ് ഇടുവോ അല്ലെങ്കിൽ സ്റ്റിച്ചിങ് കുറച്ചും കൂടെ വിപുലീകരിച്ച് ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിലും ഈ രീതി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോകാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഓർഡേഴ്സ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പം ഉണ്ടാവും. അപ്പം ഇതാണ് ഡീറ്റെയിൽ ആയിട്ടുള്ളത്. ഈ രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ കസ്റ്റമറിന് കൊടുക്കേണ്ടതൊന്നും ഇങ്ങനെയുള്ള ആൾക്കാർ ചെയ്യണമെന്നില്ല. പക്ഷെ ഇപ്പൊ സ്റ്റിച്ചിങ് യൂണിറ്റും ബൊട്ടീക്കൊക്കെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾ ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ബുക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് ഇവിടെ ഞാൻ 2 പിക്ചർ പറയാൻ വിട്ടുപോയതാണ്. ഇവിടെ 2 പിക്ചർ കൊടുത്തിട്ടുണ്ട്, അതായത് ഫ്രണ്ട് പോർഷന്റെയും ബാക്ക് പോർഷൻ്റെ. അത് നിങ്ങൾക്ക് ഇങ്ങനെ ഇലുസ്ട്രേഷൻ ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേരം വരയ്ക്കാൻ വേണ്ടി ഒരു സ്പേസ് കൊടുത്താലും മതി. അപ്പൊ നമുക്ക് അവിടെ വരച്ചു വെക്കാം. നമ്മൾ ജസ്റ്റ് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ. പക്ഷെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വേറൊരു ഇലുസ്ട്രേഷന് വേണ്ടി വേറെ സെപ്പറേറ്റ് ഒരു ബുക്ക് വെച്ചിട്ടുണ്ട്. ആ ബുക്കിലാണ് നമ്മൾ കസ്റ്റമറിനെ വരച്ച് ബ്രൈഡലും കാര്യങ്ങളും അല്ലെങ്കിൽ ലെഹങ്കാസ് ഒക്കെ വരച്ച് കാണിക്കുന്നത്. എന്നാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. ഇത്ര ചെറിയ പിക്ചറിനകത്ത് നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ ബ്ലാങ്ക് ആയിട്ട് വേണ്ടിയിട്ട് നമ്മൾ അവിടെ വരച്ച് കാണിക്കാന്നുണ്ടെങ്കിലും പ്രശ്നമില്ല. അപ്പൊ ഇത് കാർബൺ ഷീറ്റ് വെച്ചിട്ട് എഴുതാൻ വേണ്ടി എന്തായാലും മറക്കരുത്. അപ്പൊ ഇത്രയാണ് ഈ ബുക്കിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും. അപ്പം നിങ്ങൾക്ക് ഈ കഴിഞ്ഞ വീഡിയോയിലൊക്കെ എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു, അതായത് കറക്റ്റായിട്ട് ഓർഡർ ആയിട്ട് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ ബുക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ബോഡി മെഷർമെന്റ്സ് എടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണാത്ത ആൾക്കാർ അത് എന്തായാലും കാണണം. പഴയ വീഡിയോസ് കാണാത്ത ആൾക്കാർ അത് എന്തായാലും കാണണം. നമ്മുടെ ക്ലാസ്സുകൾക്ക് ഇത്ര അധികം സപ്പോർട്ട് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത്ര അധികം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ്. അടുത്തടുത്ത് സ്റ്റിച്ചിങ്ങിന്റെ ഓരോ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. കട്ടിങ് എങ്ങനെയാണ്, സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് ബേസിക് ആയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും, ബ്ലൗസ്, കുർത്തി എല്ലാം ഇടുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ പാന്റിന്റെ കാണിക്കാവോ, ഇലാസ്റ്റിക് ഫ്രണ്ട് ബാക്ക് വരുന്നത് കാണിക്കാവോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷെ കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. കാരണം നമ്മുടെ ഇതിനകത്ത് ഓരോരുത്തരും പഠിച്ച് വരുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ഉപകാരപ്രദമായിട്ട് ആ ഒരു ഓർഡർ അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുത്താലാണ് ഇത് എല്ലാവർക്കും കാണാൻ പറ്റുള്ളൂ. അപ്പം താമസിക്കാതെ തന്നെ എല്ലാ വീഡിയോസും ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ഒന്ന് കമന്റ് ചെയ്യാനും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പൊ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.